പേരാമ്പ്ര ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ എല്ലിനടക്കം പരിക്കേറ്റിട്ടുണ്ട്. ഇല്ല, ഈ പേരാമ്പ്രയിൽ പൊതുവെ നല്ല സമാധാന അന്തരീക്ഷമുള്ള ഒരു പ്രദേശമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമായും പരസ്പര സൗഹൃദം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് പേരാമ്പ്ര. ദീർഘകാലമായി ഒരു തരത്തിലുള്ള സംഘർഷവും സംഘട്ടനവും പേരാമ്പ്രയിലില്ല. ഇനി എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ഒരു തർക്കങ്ങളോ പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പാർട്ടികളുടെ നേതൃത്വം ഇരുന്ന് ആലോചിച്ച് പരിഹരിക്കുന്ന ഒരു പതിവാണ് ഉള്ളത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള സ്ഥിതി. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലയാണ് ഇന്നലെ പേരാമ്പ്രയിലുണ്ടായത്. പേരാമ്പ്രയിലെ സംഭവത്തിന് CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പങ്കുമില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട MP സ്ഥലം സന്ദർശിച്ചപ്പോൾ അവിടെ സംഘർഷാവസ്ഥയുണ്ട്. പോലീസും UDF-ൻ്റെ ആളുകളും വേർതിരിഞ്ഞ് നിൽക്കുക. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരു ജനപ്രതിനിധി സ്ഥലത്തെത്തിയാൽ എന്താണ് വിഷയങ്ങൾ എന്ന് തിരക്കി പ്രശ്നം അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇദ്ദേഹം പ്രശ്നം മൂർച്ഛിപ്പിക്കത്തക്ക നിലയിലുള്ള നിലപാടാണ് ഇവിടെ വന്നപ്പോൾ സ്വീകരിച്ചത്. അതാണ് പോലീസുമായിട്ട് സംഘർഷത്തിലേക്ക് പോകാൻ ഇടവന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പോലീസുമായിട്ട് അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. കുറച്ച് കാലമായി കേരളത്തിൽ UDF തെരുവുകളിൽ വലിയ അക്രമം സംഘടിപ്പിക്കുകയാണ്. അത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലും സ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളിലും അതിൽ പ്രധാനമായും രംഗത്ത് വരുന്നത് കോൺഗ്രസ്സാണ്. സമാധാന അന്തരീക്ഷം നിലനിർത്താൻ പാടില്ല എന്ന നിലയിൽ അക്രമം അഴിച്ചുവിടുകയാണ്. അത് ഇപ്പം നിയമസഭ വരെയും എത്തി. പിന്നെ പല പ്രശ്നങ്ങളിലും അവർ സ്വീകരിക്കുന്ന നിലപാട് ഈ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ പ്രശ്നത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ടായി ഇവിടെ പേരാമ്പ്രയിൽ. സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടുത്തെ MLA എന്നുള്ള നിലയ്ക്ക് ഞാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് സമാധാനത്തിന് വേണ്ടി എല്ലാവരും സഹകരിച്ച് നിൽക്കണം. പേരാമ്പ്രയിൽ സമാധാന അന്തരീക്ഷം ഉറപ്പിച്ചു നിർത്തുകയും അത് വിപുലപ്പെടുത്തുകയും ആണ് ചെയ്യേണ്ടത്. ഒരിക്കലും ആരുമായിട്ടും ഒരു സംഘർഷത്തിലേക്കോ ഏറ്റുമുട്ടലിലേക്കോ അക്രമങ്ങളിലേക്കോ പോകാൻ പാടില്ല. അതാണ് ഞങ്ങൾ പൊതുവെ സ്വീകരിക്കുന്ന നിലപാട്. CPM-ൻ്റെ നിലപാടും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും നിലപാട് അതാണ്. അതിനനുസരിച്ച് ജനങ്ങൾ നിലപാടെടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.